ആ ഇയാളായിരുന്നോ? ഞാനും വിചാരിച്ചു ആരാ ഇപ്പൊ കുളത്തിൽ കുളിക്കുന്നേന്ന്. കുറെ നാളായി കുളത്തിലേക്ക് കുളിച്ചിട്ട്, കണ്ടപ്പോരാഗ്രഹം. ഇവിടെ ഇപ്പോ കുളത്തിൽ ആരും കുളിക്കാറില്ല. പിന്നെ വർഷത്തിലൊരിക്കൽ തിരുവാതിരയ്ക്ക് ഞാനും ചിത്തിയും വന്ന് കുളിക്കും, അത്ര തന്നെ. ഇയാളോടൊരു സോറി പെൻഡിങ് ഉണ്ടല്ലോ. എന്നോടോ? ഞാനന്ന് തന്നോടൊരു കാര്യമില്ലാതെ ദേഷ്യപ്പെട്ടത്. സോറി. താൻ പാട്ട് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓ അതോ? എന്നോട് മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിവിടെ ആരും കാണിക്കാറുമില്ല. പിന്നെ സംഗീതം പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ ഒരുപോലെയാ, ആർക്കും ഒരു ഗുണവുമില്ല. ബട്ട് ഐ മസ്റ്റ് സേ ദിസ്, താനൊന്ന് അസലായി പാടി. അത് തന്നോടുള്ള ദേഷ്യത്തിൽ പാടിയതാ. ശരിക്കും ഞാൻ തന്നോടാ നന്ദി പറയണ്ടേ, ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നെ പാടിപ്പിച്ചതിന്. മ്യൂസിക് ഒരു കരിയറായിട്ട് എടുത്തൂടെ? നല്ല ഭാവിയുണ്ട്. ഭാവിയോ? എനിക്കോ? എന്റെ ഭാവിയും ഭൂതവും ഒക്കെ ദേ ഈ ആശ്രമ വീട് തന്നെയാ. ആ ചേട്ടൻ വന്നിട്ട് കുറച്ചു നേരമായോ? കുറച്ചു നേരമായി മോളെ. ആ. പോവാം. അണ്ണൻ പോവാണോ? ഗോവിന്ദനെ കൂട്ടിക്കൊണ്ട് സാറിനെ ഒന്ന് കാണാൻ പോണം. എന്ത് പറ്റി മോളെ? 1-2 ബൾബ് മാറ്റിയിടാനുണ്ട്. ഇനിയിപ്പോ അത് ചെയ്തില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോ അതിനാവും ചീത്ത. എനിക്കാണെങ്കിൽ കൈയെത്തണമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഗോവിന്ദനാണെങ്കിൽ കാത്തിക്കുക, ഞാനാണെങ്കിൽ അതിൽ നിന്നും വൈകി. സാരല്ല, അണ്ണൻ പൊയ്ക്കോ. അല്ല മോളെ, ബൾബ് മാറ്റിടാൻ പറ്റിയ ഒരാളിനെ ഞാൻ തരാം. വാ. വട്ടാണോ? കുഞ്ഞേ, എനിക്കാണെങ്കിൽ പുറത്തു പോയിട്ട് അത്യാവശ്യമുണ്ട്. ഓ, വീട്ടിൽ 1-2 ബൾബ് മാറ്റാനുണ്ട്. ഒന്ന് മാറ്റാൻ സഹായിക്കൂ? ഓ അതിനെന്താ, ഈ കസേര ഇളകുന്നുണ്ടല്ലോ. എന്താ പേടിയുണ്ടോ? പേടിയുണ്ടായിട്ടല്ല, ചുമ്മാ പറഞ്ഞു മാത്രം. എന്നാ അഴിച്ചോ. എന്ത് ബൾബേ? ഓ, ഇയാളുടെ അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ മരിച്ചു, അമ്മയുണ്ട്, നാട്ടിലാ. ഒന്ന് കാണിച്ചു നോക്കി. ആ, ഇനി അവിടെ ദേ എവിടെയാ? ആ, അമ്മയെ കാണാൻ പോവാറില്ലേ? ഇല്ല, അമ്മയെ കണ്ടിട്ട് കുറെ നാളായി. അമ്മയെ മിസ് ചെയ്യുന്നില്ലേ? ഒരുപാട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി എന്ന് കാണാൻ പറ്റൂന്ന് എനിക്കറിയില്ല. നല്ല വേദന ഉണ്ടാവും അല്ലേ? മരുന്നുകളെല്ലാം ഉണ്ടേ. 4 ആഴ്ച റെസ്റ്റ് എടുക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞു? അതെ. ഇനിയിപ്പോ സ്വസ്ഥമായിട്ടിരുന്ന് പണിയെടുക്കാം. സത്യം. ഭക്ഷണത്തെക്കുറിച്ച് ആരോഗ്യ ടെൻഷൻ ആവണ്ട, കാല് ശരിയാവുന്നവരെ അവിടുന്ന് കൊടുത്തയക്കാം. സാമ്പാറും തൈര് സാധമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് മാത്രം. അത് തന്നെ ധാരാളം. എന്നാ ശരി, റെസ്റ്റ് ചെയ്തോ, ഞാൻ വരാം. ശരി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. എന്താ ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിക്കാൻ കാരണം? ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് സമ്മതിച്ചാന്ന് പറഞ്ഞാ അത് നുണയാവും. അതായിരുന്നു വിധി. പക്ഷേ അതിനൊരു കാരണം ഉണ്ടാവില്ലേ?
അച്ഛൻ അദ്ദേഹത്തോടുണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത തീർക്കാനുള്ള ഉൾപ്പെടി പെണ്ണിന്റെ ജീവിതമാണല്ലോ. ഇയാൾക്ക് എതിർക്കായിരുന്നില്ലേ? എന്തിന്? സ്വന്തം കുടുംബത്തെ തെരുവിലിറക്കുന്നത് നല്ലതല്ലേ ഇത്? പക്ഷേ അതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഒന്നും കിട്ടിയില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാവാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധം കൊണ്ടാവാം. എൻ്റെ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ എൻ്റെ അച്ഛൻ സ്വയം ഇല്ലാതായത്. ഞാൻ വെറുതെ തന്നെ കൂടെ സെൻഡിയാക്കി. ഹേയ്, ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ ഒരുപാട് അടുത്തു. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ പ്രണയത്തിലാവുകയായിരുന്നു. ആ എന്താ ഇങ്ങനെ നോക്കണേ? ഏത് പെണ്ണിന്റെ കണ്ണും ചുണ്ടും ഒക്കെയാ വരച്ചു വെച്ചേക്കുന്നേ? മനസ്സിലായില്ല. ഇതിലേത് പെണ്ണിന്റെയാന്ന്? ഓ, എന്തു പറ്റി? ഒന്നുമില്ല. ഇത് ശരിയല്ല കേട്ടോ. ഒരാളുടെ കയ്യിലിരിക്കുന്ന സാധനം തട്ടിപ്പറിക്കാ. ഒരാളുടെ ഡയറി അയാളുടെ സമ്മതമല്ല തുറന്നു നോക്കുന്നതാണ് വലിയ ഫോൾ. മനസ്സിലായോ? അത് ശരി. ഇതിൽ ആരുടെ പട വരച്ചേക്കുന്നേ? ആരുടെ? ഈ ഡയറിയുടെ ഉള്ളിൽ വരച്ചു വെച്ചേക്കുന്ന കണ്ണും മൂക്കുവേ? ഓ അതോ, അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെണ്ണിന്റെ. അവളുടെ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വേറെ പലതും. വേറെന്ത്? അതൊക്കെ ഉണ്ട്. എനിക്കും കാണിച്ചോ? അതൊന്നും കാണാൻ പറ്റില്ല. എനിക്കും കാണണം. ഓ അതൊന്നും കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ല. കാണിക്ക്. പോയെടുത്തോ. അതെ, ഞാൻ വരച്ചിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ചിത്രങ്ങളാണ്. അതാരാണെന്ന് കാണണോ? കാണണോ? ഉം? കാലൊടിഞ്ഞ് ക്രച്ചസിലാണെങ്കിലും ഇതിനൊന്നും ഒരു കുറവില്ല അല്ലേ? ഏതടാ പോയ പെണ്ണ്? മോനെ ജോണി, കൊതിയാ? അതിനെ വിട്ടുപിടി. അതൊരു പാവം കൊച്ച. നടക്കട്ടെ. അല്ല, നിങ്ങളെന്താ ഒരു പെട്ടെന്നൊരു മുന്നറിയിപ്പ് ഇല്ലാതെ? അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റേ. Come on, man.